അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും എന്നെ പേഴ്സണലി ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് ഒരുപാട് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന ഒരു മേഖലയിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. നല്ല പ്രൊജക്ടുകളാണെങ്കിൽ, അതായത് എംപവർ എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ കൂടെ ചേർന്നുകൊണ്ട് കോയിൻ ഫോർജ് പോലെയുള്ള പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് വളരെ വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു പ്രൊജക്ട് ആണെന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ കൂടി നമ്മൾ അറിയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു അടുത്ത ഒരു നമ്മുടെ സുഹൃത്തിലേക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ പൊട്ടൻഷ്യൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള അറിവാണ് അവിടെ ഒരു കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രൊജക്ടിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും ചിലപ്പോ, പക്ഷെ അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അറിവ് നേടേണ്ട ആവശ്യമുണ്ട്. ആ അറിവാണ് നമ്മുടെ മുഖത്ത് വരുന്ന കോൺഫിഡൻസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം നമുക്ക് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാലോ, എംപവർ എന്നുള്ളൊരു ഫാമിലി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് അതിന്റെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു 11 പില്ലേഴ്സിലാണ്. ആ 11 പില്ലേഴ്സിൽ തന്നെ ടെക്നിക്കൽ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഒരു മെന്ററാണ് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ എന്താ പറയുക, സ്നേഹത്തോട് കൂടിയിട്ട് ടെക്നിക്കൽ ഗുരു എന്നാണ് വിളിക്കാറുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് നമ്മുടെ ടെക്നിക്കൽ ഗുരു ഹസീം സാറിനെ അടുത്ത സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ അദ്ദേഹത്തിന് വേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ഒരു ഹാർട്ട് സിമ്പിളോ അല്ലെങ്കിൽ നമുക്ക് എത്ര റെസ്പെക്ടോട് കൂടി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ആ റെസ്പെക്ടോട് കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഹസീം സാർ പ്ലീസ്. വെരി ഗുഡ് മോർണിംഗ്. ഒടിവിളാണല്ലേ ഇത്? ഒടിവിളാണ്. താങ്ക് യു. എന്തായാലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7ഓളം മിനിറ്റ് ഇവിടെ ലിജിത് ബ്രോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൂടെ, ഈ എന്താ പറയാ, ചലഞ്ചുള്ള മാർക്കറ്റിലാണ് നമ്മളെങ്കിൽ ചലഞ്ചുള്ള ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പരിചയപ്പെടുത്താൻ ഇല്ലാന്നൊന്നും പറയാനില്ല, കാരണം ഒരുപാട് പുതിയ ആളുകൾ വരുന്നൊരു ഒരു കമ്മ്യൂണിറ്റിയാണ് എംപവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഒരുപാട് പുതിയ ആളുകൾ വരുന്നു. വന്ന ആളുകൾ ഒരു പക്ഷേ ഈ പറഞ്ഞ എന്താ പറയാ, ഈ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലായതിന്റെ പുറത്തോ അല്ലെങ്കിൽ പറഞ്ഞു തന്ന ആൾക്ക് കൊടുത്തൊരു ട്രസ്റ്റിന്റെ പുറത്തോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം എന്താണ്, നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് വലിയ ധാരണ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളിപ്പം കേട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. നമ്മൾ ബ്ലോക്ക്ചെയിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് നിങ്ങളോട് ആരാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അയാളുടെ തന്നെ ആയിരിക്കണം മിക്കവാറും കേട്ടിട്ടുണ്ടാവുക. ഞാനും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നേരത്തെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയെ കുറിച്ച് വളരെ വലിയ രീതിയിൽ അറിവൊക്കെ നേടി ഇതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ ഒരു സമയത്ത് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എംപവറിൽ കയറി നിൽക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 2021 യഥാർത്ഥത്തിൽ ഞാൻ എംപവറിന്റെ ഭാഗമാവുന്നത്. 2022 തുടക്കം മുതൽ തന്നെ വളരെ ലൈവായിട്ട് തന്നെ എംപവറിന്റെ ഭാഗമായിട്ടുണ്ട്. ഇടക്കാലത്ത് എപ്പോഴോ ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ കുറെ കൂടി പറഞ്ഞു കൊടുക്കുന്നതിൽ താല്പര്യമുള്ളത് കൊണ്ട് ആ ഒരു വശം ഞാൻ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എംപവർ തന്നെ ഒരുപാട് ആളുകൾ എന്നെക്കാളും നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാനും പറയാനും പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ മുന്നിൽ വന്ന് പറയുന്നതിലുള്ള എന്താ പറയുക
കുറവോ അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പല ആളുകളും മുന്നോട്ട് വരാത്ത. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒരുപാട് പുതിയ ആളുകൾ നമ്മുടെ എംപവർ ഫാമിലിയിൽ വരുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും യഥാർത്ഥത്തിൽ ലിജിത് ബ്രോ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ചലഞ്ച് മാത്രമേ അറിയുള്ളൂ. പൊട്ടൻഷ്യൽ ഒന്നും അത്ര വലിയ രീതിയിൽ അറിഞ്ഞോളന്നില്ല. കാരണം ഇതിൽ കയറി നിന്നൊരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആണ് കയറി നിന്ന ആളുടെ അവിടെ നിൽക്കട്ടെ, ഞാൻ കയറ്റി നിർത്തിയ ആളെ കുറിച്ച് ഞാൻ പറയാം. കയറി നിന്ന ആളത് അവിടെ നിൽക്കട്ടെ, കയറ്റി നിർത്തിയ ഒരാളുണ്ടാവണമല്ലോ ഇതിൻ്റെ അകത്ത്. ഏതോ ഒരാളുടെ ഒരു സ്പോൺസർഷിപ്പിന്റെ പുറത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ഭാഗമായിട്ടായിരിക്കണമല്ലോ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കയറി നിന്നിട്ടുണ്ടാവുക. അങ്ങനെ കയറി നിൽക്കാൻ ഭാഗ്യം കൊടുത്ത ആള് തുടക്കം മുതലേ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയത് മുതലേ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒരുപക്ഷെ ബ്ലോക്ക് ചെയിനും നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത രീതിയിലുള്ള ഡീസെൻട്രലൈസേഷനെ കുറിച്ചും സ്മാർട്ട് കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്താ പറയാ കയറി നിന്നിട്ടില്ലെങ്കിൽ അബദ്ധമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇതിന്റെ ഭാഗമാകുന്നത് വരെ വലിയ രീതിയിൽ ഫോളോ അപ്പ് ഒക്കെ നടത്തിയ ആളുകളുണ്ടാവും. പലപ്പോഴും ആളുകള് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഈ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എംപവറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ ഭാഗമായിട്ട് കയറാനുള്ള അവസരം കൊടുക്കുമ്പോൾ പറയുന്ന വാക്കുകളും പറയുന്ന ആ ഒരു എന്താ പറയാ നമ്മൾ പറയാറില്ലേ, കടം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കൂല നമ്മൾ ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളൊരാളോട് കാശ് കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് എങ്ങനെയാണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ വളരെ സൗമ്യനായി, നമ്മളെപ്പോലെ സൗമ്യനല്ലാത്ത ഒരാളുണ്ടാവില്ല, അത്രയും വളരെ കാമായി ഇത്ര സമയം കൊണ്ട് ഞാൻ തിരിച്ചു തരാം, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ദിവസത്തിന്റെ ആവശ്യമേ ഉള്ളൂ എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് പലപ്പോഴും പല ആളുകളിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പുറത്തോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കയറി നിന്നിട്ടുണ്ടാവുക. പക്ഷെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാനുള്ള സ്വഭാവമായിരിക്കും പിന്നെ അപ്ലൈൻ ഉണ്ടാവുക, സ്പോൺസർക്ക് ഉണ്ടാവുക. വെറുതെ കഴിഞ്ഞല്ലോ, കാരണം ആള് കയറി നിന്നല്ലോ. ഇനിയിപ്പോ നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എംപവറിൽ ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ 7am കയറിക്കോ, നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തോ, ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളായിട്ട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ ആളുകൾക്ക് ഒരു ഉപകാരമാകുന്ന രീതിയിലേക്ക് നമ്മളെ വിശ്വസിച്ച് ഈ പ്രൊജക്ടിനെ വിശ്വസിച്ച് എംപവറിന്റെ ഭാഗമായവർ അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ ഭാഗമായ ആൾക്ക് ജീവിതത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി നിന്ന് മുതൽ അങ്ങോട്ടേക്കെങ്കിലും അയാൾക്ക് അയാളുടെ എല്ലാ പ്രയാസങ്ങളും ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യലിലൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഇതിനെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇതിന് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസും നമ്മൾ ഇതിന് കൊടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു സമയമുണ്ട്, നമ്മൾ കൊടുക്കേണ്ട ഒരു ഫോക്കസ് ഉണ്ട്, നമ്മളെ കൂടെ കയറി നിന്നാക്ക് നമ്മൾ കൊടുക്കേണ്ട നമ്മൾക്കുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ കയറി നിന്ന ആളെക്കാളും എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് കയറ്റി നിർത്തിയ ആളുകളോടാണ്. നിങ്ങൾക്ക് കയറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാള് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ നിങ്ങൾ പറഞ്ഞതിന്റെ പുറത്തോ അല്ലെങ്കിൽ അയാളുടെ ഉള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചോ അയാൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയതിന്റെ ഭാഗമാവാൻ അയാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഏറ്റവും മിനിമം ഒരാഴ്ചയെങ്കിലും നിങ്ങൾ എല്ലാ സംഭവങ്ങളും മാറ്റിവെച്ച് മറ്റൊരു പ്രോസ്പെക്റ്റിനെ തെരഞ്ഞു പോകുന്നതിന് പകരം ആ കൂടെ നിന്ന വ്യക്തിക്ക് എന്ത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്
കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതേ കാര്യമാണ് അതൊരു സിസ്റ്റം പോലെ മുന്നോട്ട് പോവുക. ഇതേ കാര്യമാണ് അതിന്റെ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവുക. കാരണം ആ വന്ന വ്യക്തിയും അതേപോലെ തന്നെ ഈ സിസ്റ്റത്തെ ഒരു പ്രോപ്പർ റെസ്പെക്റ്റോട് കൂടെ കണ്ട് എംപവർ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഓരോ കാര്യങ്ങളും. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഈ 7am ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ റെയർ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം, ഇപ്പൊ വളരെ അടുത്ത ദിവസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ ഒരുവിധ ആളുകളെ എല്ലാം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അന്നത്തെ 7am നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ ഒഴിച്ച് 5 വർഷത്തിന്റെ ഇടയിൽ വളരെ റെയർ ആയിട്ട് മാത്രം 7am നടത്താതിരിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ 7am കൃത്യമായിട്ട് ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടോ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓരോ ആളുകളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടോ ഈ പ്രോജക്റ്റിന്റെ പൊട്ടൻഷ്യൽ പറയാൻ വേണ്ടിയിട്ടോ ഇതിന്റെ ടെക്നിക്കൽസ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടോ ഇതിൽ നിങ്ങളെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെയോ പല രീതിയിൽ നമ്മൾ ഈ 7am ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മെയ് മാസം നമ്മൾ നടത്തിയിരിക്കുന്ന എവല്യൂഷൻ പ്രോഗ്രാം യഥാർത്ഥത്തിൽ 2023 ശേഷം എംപവർ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഒരു വലിയ പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാത്തൊക്കെ നമ്മൾ 500, 600, 700, 800 ആളുകൾ വരെയുള്ള പ്രോഗ്രാമുകൾ ഇങ്ങനെ നിരന്തരം പല പ്രോഗ്രാമുകളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 1600ഓളം ആളുകൾ അല്ലെങ്കിൽ 1500ഓളം ആളുകളുള്ള ഒരു പ്രോഗ്രാം നടത്തിയ എവല്യൂഷൻ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ്. നമ്മുടെ ഓരോ പ്രോഗ്രാമില് നമ്മൾ ചെയ്യുമ്പോഴും ഇവിടെ ഒരു കമ്പനിയോ ഒരു എന്താ പറയാ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൈഡിന്റെ എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കമ്പനിയുടെ എക്സ്പെൻസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ആളുകളും വ്യക്തിപരമായിട്ട് അതിന്റെ എക്സ്പെൻസുകൾ കൊടുത്തിട്ടാണ് ഓരോ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാറ്. പലപ്പോഴും അത് മുഴുവനായിട്ടും കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. കാരണം ഫാസ്റ്റ് ട്രാക്ക് ഞാൻ അടങ്ങുന്ന 11 പേരടങ്ങുന്ന ഫാസ്റ്റ് ട്രാക്കിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ വിഹിതം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഒരു വിഹിതമായിട്ട് അതിലേക്ക് നമ്മൾ കൊടുക്കാറും ആ പ്രോഗ്രാമിന് നിങ്ങളുടെ ബേർഡൻ കുറയ്ക്കാറും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും മുഴുവൻ പൈസ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് മില്യനേഴ്സ് ഇപ്പൊ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പല ആളുകളും അതിന് വേണ്ടിയിട്ട് മാക്സിമം അതിന്റെ കോൺട്രിബ്യൂഷനും അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പ്രോഗ്രാം നടത്തിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഹിതം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മളെ കയ്യിലുള്ളതും കൂടി അവിടെ കൊടുത്തിട്ട് അതിന്റെ മാക്സിമം ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സപ്പോർട്ട് ചെയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ കൂടെ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടേണ്ടത് നോളജ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അയാൾക്ക് ഈ പ്രോഗ്രാമിന്റെ എത്രത്തോളം ഈ പ്രോഗ്രാം വലുതാണെന്നും ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പവും അതേപോലെ തന്നെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്കന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്നും സാധാരണ രീതിയിൽ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അറിയുന്നത്. 7am മാത്രം അറ്റൻഡ് ചെയ്തത് കൊണ്ടോ 7am തോന്നുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തതുകൊണ്ടോ എവിടെ എത്താനും പോകുന്നില്ല. 7am നിരന്തരമായിട്ട് നമ്മളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെ കുറെ കാര്യങ്ങൾ നമുക്കറിയാനും നമ്മൾക്ക് ഓരോ ദിവസം ഒരു ചാർജ് പോലെയാണ് 7am എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ചാർജ് പോലെയാണ് 7am എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടേണ്ട നോളജും നിങ്ങൾ വർക്ക്ഷോപ്പ് പോലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം മുതൽ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ എവല്യൂഷൻ പ്രോഗ്രാമിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് മാസത്തിൽ 1 അല്ലെങ്കിൽ 2 ദിവസം നടത്തുന്ന പ്രോഗ്രാമാണ് റൈസിംഗ് സ്റ്റാർസ് അല്ലെങ്കിൽ മീറ്റിംഗ് വിത്ത് റൈസിംഗ് സ്റ്റാർസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ലെവൽ അപ്പ് മീറ്റിംഗ് വിത്ത് റൈസിംഗ് സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയത്. ഈ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒരാളെ കാണിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആ പ്രോഗ്രാം വരുന്ന ആളുകൾക്ക് ഒരു വലിയ കോൺഫിഡൻസ് ആണ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്ന് നമ്മളെ കൂടെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഉടനീളം എന്തെല്ലാം കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി അയാൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ അയാളെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു വ്യക്തി നിങ്ങളെ കൂടെ വന്നാലും ഒരു 10-15 USDT അയാൾക്ക് വേണ്ടി മാറ്റി വെക്കുക.
വരാൻ പോകുന്ന ഇമ്മീഡിയറ്റ് പ്രോഗ്രാമിന് നിങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കൂടെ വന്ന ഒരു വ്യക്തി, അത് ഏത് ലെവലിൽ വന്ന ഒരാളായിക്കോട്ടെ, ഞാൻ $15 മാത്രം എടുത്ത് റിവോൾവിൽ വന്ന് അതിന്റെ ഒരു എന്താ പറയാ ഒരു റെഫറൽ റിവാർഡായിട്ട് $12 കിട്ടിയ ആളോട് ഞാൻ $15 കൊടുത്തിട്ട് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു 3-4 ലെവലോ 3 ലെവലോ 5 ലെവലൊക്കെ മുതൽ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ 3 ലെവലിന്റെ അപ്പുറത്തേക്ക് ചെയ്യുന്ന ആളുകൾ 2 ലെവൽ അങ്ങോട്ട് എന്ത് ചെയ്താലും ശരി, ഞാൻ പറഞ്ഞു ഈവൻ ഒരു ലെവല് ചെയ്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി നമ്മൾ ഒരു $10-15 മാറ്റി വെച്ചാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾക്ക് വേണ്ടി നിങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങൾ ചെലവാക്കേണ്ട പൈസ പോലും ഒരു കാരണവശാലും വരില്ല. കാരണം അതിന്റെ 10-1 വരുള്ളൂ ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് അയാളായിട്ടുള്ള ഒരു ഒറ്റക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിന്റെ കാര്യങ്ങൾ മൈൻഡ് പ്രിപ്പയർ ആവാനൊക്കെ പറ്റുക എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ പ്രോഗ്രാമിന് ആളെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്പർ കിട്ടാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ. ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അതേ സിസ്റ്റം തന്നെ അവരും ഫോളോ ചെയ്യും. നമ്മൾ പറയാറില്ലേ, മുന്നിൽ നടക്കുന്ന ആൾ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് ബാക്കിൽ നടക്കുന്ന ആളും ചെയ്യുന്നത്. മുന്നിൽ നടക്കുന്ന ആൾ എന്താണോ കാണിച്ചത് അത് തന്നെയുള്ളൂ ബാക്കത്തെ ആളുകളും കാണിച്ചു കൊടുക്കുന്നത്. മുന്നിൽ നടക്കുന്ന ആള് കള്ളത്തരം കാണിച്ചാൽ ബാക്കത്തെ ആളും അറിഞ്ഞോ അറിയാതെയോ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കും, അല്ലേ? മുന്നത്തെ ആളുകളെ കണ്ടിട്ടാണല്ലോ ബാക്കത്തെ ആളുകളെ പഠിക്കുന്നത്. വാപ്പനെ കണ്ടിട്ടാണല്ലോ മക്കൾ പഠിക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ മുന്നത്തവനെ കണ്ടിട്ട് തന്നെയാണല്ലോ ബാക്കത്തെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നത്തെ ആൾ ആദ്യത്തെ ആൾ സ്പോൺസറാണ്. അപ്പൊ സ്പോൺസർ കാണിച്ചു വെക്കുന്ന എല്ലാ നല്ല കാര്യവും എല്ലാ ചീത്ത കാര്യത്തിന്റെയും ഒരു എഫക്റ്റ് ആർക്കും ഉണ്ടാവും? നമ്മളെ കണ്ടുകൊണ്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തുടക്ക സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി, നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തുനിന്നോ നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ടോ, അയാൾ വന്ന സമയത്ത് നിങ്ങൾ കിട്ടിയിരുന്നോ ഒരു $15 അങ്ങനെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അടുത്ത പ്രോഗ്രാമിന് അയാളോടെ നിങ്ങൾ തന്നെ കാശിട്ട് നിങ്ങൾ തന്നെ ബോർഡ് പ്രോഗ്രാമിൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അയാൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗവും, കാരണം നിങ്ങളിലൂടെ മാത്രം ഇതിന്റെ ബേസ് മനസ്സിലാക്കിയിട്ടോ നിങ്ങൾക്ക് തന്ന ട്രസ്റ്റിന്റെ പുറത്ത് കയറുന്ന ആൾ മാത്രമായിരിക്കും അയാൾ. അതിന്റെ അപ്പുറത്തേക്ക് ഈ പ്രോഗ്രാമിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നോ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ലൈഫിലുടനീളം എന്തെങ്കിലും കാര്യം ഗുണം കിട്ടുന്നതാണെന്നൊക്കെ അറിയണമെങ്കിൽ ഇതുപോലുള്ള ഫിസിക്കൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു റൈസിംഗ് സ്റ്റാർ മുതൽ നടക്കുന്ന പ്രോഗ്രാം അതിനുശേഷം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? 100% അവിടുന്ന് അങ്ങോട്ടേക്ക് അയാൾ എടുക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ ജീവിച്ചു പോയ രീതിക്കല്ല ഇത് പോകേണ്ടത്, അല്ലേ? അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അയാൾ മൂവ് ചെയ്ത് തുടങ്ങും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കയറി നിന്ന നമ്മളെ കൂടെ നിന്ന ആളുകളുടെ കൂടെ നിന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരു 5 ദിവസമോ ഒരു 7 ദിവസമോ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൂടെ നിന്ന് കൊടുക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വന്നിരിക്കുന്നത് അയാളുടെ ഫിനാൻഷ്യൽ എന്താ പറയാ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഉള്ള ഒരു ബേസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കയറി നിന്നിട്ടുണ്ടാവുക. പക്ഷെ അയാൾക്ക് ഇത് ഏത് രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇതൊക്കെ ഒരു പ്രോപ്പർ തീരുമാനം. ഇതൊക്കെ എവിടെ തുടങ്ങുന്നു എന്നറിയോ? നിങ്ങൾ ഒരാളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ ഇതിന്റെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്താണെന്നോ സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നോ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഡീസെൻട്രലൈസേഷൻ എന്താണെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ റിയാലിറ്റി എന്നുള്ളതിന്റെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, ഇതൊരു നിന്നു പോകാത്തൊരു പ്രോഗ്രാമാണ്. അതിന് ഇന്നതായ കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് കൂടുതലൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം, ഈ സിസ്റ്റം നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്നുള്ള ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ കോൺഫിഡൻസ്, ഞാൻ ഓവർ കോൺഫിഡൻസ് ഞാൻ പറയുന്നില്ല, ഒരു പ്രോപ്പർ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അയാളുടെ സിറ്റുവേഷൻ എന്താണോ, ഏതൊരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും അയാൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അയാൾ ഏത് അവസ്ഥയിലാണ്, എന്തെങ്കിലും ഏതൊരു സാഹചര്യത്തിനെയാണ് അയാൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അയാൾ ഒരു EMI ഭയപ്പെട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല EMIകളും തെറ്റിട്ടുള്ള പ്രയാസങ്ങളിലാണോ, അതല്ല എങ്കിൽ അയാൾ ഈ പറഞ്ഞുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസത്തിലാണോ, കുട്ടികളുടെ എന്താ പറയാ മക്കളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ, വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണോ, വീടിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആ ലോണിന്റെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് വെറുതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ വ്യക്തികൾക്കും അവര് പല പ്രയാസങ്ങളിലാണ് നിൽക്കുന്നത്.
നിങ്ങൾ 100 ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഒരു എന്താ പറയാ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സന്തോഷത്തിൽ നിൽക്കുന്നത്. അതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഫിനാൻഷ്യൽ എന്താ പറയുക സ്ട്രഗിളിങ് തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിൽ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അത് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ടെക്നോളജി പറയുകയോ നിങ്ങൾ ആ പാതി അറിവ് വെച്ചിട്ടോ നിങ്ങളെ മുഴുവൻ അറിവ് വെച്ചിട്ടോ നിങ്ങൾക്ക് എല്ലാവരെക്കാളും നല്ല രീതിയിൽ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയാണെങ്കിലും അറിയില്ലെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് വളരെ മിനിമൽ ടൈം എടുത്തുകൊണ്ട് അയാളുടെ കറന്റ് സിറ്റുവേഷനെ മനസ്സിലാക്കി കറന്റ് പ്രോബ്ലം എന്താന്ന് മനസ്സിലാക്കി വരാൻ പോകുന്ന കുറച്ച് നാളുകൾക്കിടയിൽ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് അയാൾക്കൊരു നിങ്ങളെ ഭാഗത്തുനിന്നും ഈ പ്രോഗ്രാമൊന്നും ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആയിട്ട് അയാൾക്ക് ഒരു ഉപകാരം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഒരാളും ഇത് നോ എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണല്ലോ, നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യത്തിനോട് നമ്മൾ എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ട് പോകുമോ? നമുക്ക് ഇന്നും ഇല്ലെങ്കിൽ ഭാവിയിലും ഇതൊരു ഗുണം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്. വളരെ റെയറാണ്. നമ്മൾ ഉറപ്പായിട്ടും അതിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ സമയം പോയതൊക്കെ മാറ്റി വെച്ചിട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റിയാൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റിയാൽ തന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ അയാളെ കൂടെ കയറി നിന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കയറി നിന്ന വ്യക്തിക്ക് ആദ്യം കൊടുക്കേണ്ട ഒരു പരിധി വരെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് അവരെ വീട്ടിൽ തന്നെ ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്താ പറയാ ചിലപ്പോ വീട്ടിലുള്ള ഭാര്യനോടോ അല്ലെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊന്നോ അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരാളോടോ ഒരു പക്ഷെ അഭിപ്രായം പോലും ചോദിക്കാതെ ആയിരിക്കാം കയറി നിന്നിട്ടുണ്ടാവുക. അപ്പൊ അയാൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറി നിന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തൊട്ടിട്ട് 7 AM കയറി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ എന്തിലോ പെട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയല്ലേ പറയാ? ഏതോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, ഇത് പണ്ട് പോയതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അത് വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറെ മറ്റെന്താണ് എന്താ പറയാ ഇരുതലം ചില ആളുകൾ കണ്ട് ഇരുതല മൂരി അല്ലെങ്കിൽ ഇതേമാതിരി എന്തെല്ലോ സംഭവത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ MLM ചെയ്തിട്ട് കുറെ സാധനം കട്ടിനടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട ആളുകളാണ് നമ്മളെ വീട്ടിലുള്ള ആളുകൾ. നമ്മളെ വീട്ടിലുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്താ പറയുക ഒരു വിശ്വാസം തരാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്താണോ കഴിഞ്ഞ നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വീട്ടുകാരല്ലേ. കൂടെ വന്ന വ്യക്തിയുടെ വീട്ടിലാണ് ആദ്യം ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത്. കൂടെ വന്ന വ്യക്തിയുടെ വീട്ടിലാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ. കാരണം അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ തന്നെ ഇത് വലിയ രീതിയിൽ എന്താ പറയുക റിസൾട്ട് ആക്കി തുടങ്ങാൻ പറ്റും. കാരണം അപ്പൊ പിന്നെ ചുറ്റുപാടുള്ള ആളുകൾ, കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്, അയൽവാസിനോട് ചോദിച്ചാൽ അതിനെക്കാളും വലിയ നെഗറ്റീവ്, ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവനും പറയുന്നത് ബ്ലോക്ക് ചെയിൻ പെട്ടുപോകാൻ അത് മണി ചെയിൻ ആണെന്ന് പറയും. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട, എന്റെ കാശ് പോയി ഇനി ഏതായാലും പോയി അങ്ങോട്ടേക്ക് പോയിട്ട് ഇനി വേറെ ആളും കൂടി പെടുത്തണ്ടെന്ന് പറയും. ഇതാണ് റിയാലിറ്റിയിൽ എന്താണ് ഈ പ്രോജക്റ്റിന്റെ പൊട്ടൻഷ്യൽ, ഇത് എത്രത്തോളം വലിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് നാളുകൾ അയാളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 5 to 7 days നിങ്ങൾ മറ്റൊരു ഡയറക്റ്റ് എന്താ പറയാ ഒരു പ്രോസ്പെക്റ്റിനെ അല്ലെങ്കിൽ മറ്റൊരു ഡയറക്റ്റ് പാർട്ട്ണറെ നിങ്ങളെ കൂടെ കൂട്ടുന്നതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കൂടെ വന്ന വ്യക്തിക്ക് ആ കുറച്ച് ദിവസം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ വന്ന വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടാവാം. ഈ വലിയ ബന്ധങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ പൈസ ഉള്ള ആളുകളുടെ ബന്ധങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും കാശുള്ള ആൾക്ക് കൊടുക്കേണ്ട ഒരു പ്രോഗ്രാം അല്ല കേട്ടോ ഇത്. നിങ്ങൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കയ്യിൽ കാശുള്ളത് കൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വരുത്തുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്പെൻഡ് ചെയ്യട്ടെ, അയാൾക്ക് കുറെ കാശുണ്ടായാലും ഞാൻ പറഞ്ഞാൽ അതല്ല ഇതിന്റെ റിയാലിറ്റി. ഒരിക്കലും അല്ല. കാരണം ആർക്കാണോ ഒരു ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ആളുകൾ, ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഉള്ള ആളുകൾ, വരുന്ന കുറച്ച് നാളുകൾ കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവർക്ക് കൊടുക്കേണ്ട പ്രോഗ്രാമാണിത്.
അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതിന്റെ അകത്ത് മുടക്കുന്ന ഓരോ രൂപയ്ക്കും അയാൾക്ക് അതിന്റെ മൂല്യം ഉണ്ടാവും. അതിൽ മുടക്കുന്ന ഓരോ രൂപക്കും അതിന് മൂല്യം ഉണ്ടാവും, അതിന് റെസ്പെക്ട് ഉണ്ടാവും. ആ കൊടുത്ത മൂല്യത്തിന് അയാൾ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവും. അല്ലാത്ത ആളുകൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതിന്റെ പുറത്ത്, നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് ഇവൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ തള്ളിക്കളയും, ഇവളോട് ഞാൻ എങ്ങനെ ഞാനത് നോ പറയും, അല്ലെങ്കിൽ ഇത്താത്ത അങ്ങനെ പറഞ്ഞല്ലേ, ഇക്കാക്ക അങ്ങനെ പറഞ്ഞല്ലേ, അല്ലേ, മാമൻ ഇങ്ങനെ പറഞ്ഞല്ലേ. ഇതൊന്നും അല്ല റിയാലിറ്റി. ഇത് റിയാലിറ്റിയിൽ അങ്ങനെ ഒരാളെ ചാക്കിലാക്കുക എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ കിടക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിലാക്കുക എന്നുള്ളതിന്റെ ഒരു പ്രോസസ് അല്ല ഇത്. ഈ സിസ്റ്റത്തിനെ പോലെ തന്നെ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി, ഇതിന്റെ റെഫറൽ സിസ്റ്റത്തിന്റെ കാര്യം മനസ്സിലാക്കി, നമ്മൾ ചെയ്യുമ്പോഴും റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ടോക്കൺ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റുകളിൽ നിന്നും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വീട്ടുകാരോട് ബോധ്യപ്പെടുത്തി, ഞാൻ കൂടെ നിന്നിട്ട് ഈ ചെയ്യുന്ന സിസ്റ്റം അത് ഇത്രത്തോളം സ്ട്രെങ്ത് ഉള്ള ഒരു സിസ്റ്റമാണ്, ഈ ഇൻഡസ്ട്രി അത്രത്തോളം വലുതാണ്, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഈ കാലത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുടുംബമായിട്ട് തന്നെ ഒരു വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതിന് വെറുതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അറിയാത്തൊരു വിഷയത്തെ നിങ്ങളെ ഭാര്യയോട്, നിങ്ങളെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഇവരോട് നിങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് ആക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിവ് വെച്ചിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പോകാം, അല്ലാതെ വെറുതെ ഒരാളെ പിടിച്ച് നെഗറ്റീവ് ആക്കരുത്. ഇത് തന്നെയാണ് റിയാലിറ്റിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മോട് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വന്ന ആളുടെ കൂടെ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചെലവാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആദ്യത്തെ ദിവസം വീട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഉണ്ടാകുന്ന കോണ്ടാക്റ്റുകൾ ഉണ്ട്. വെറുതെ ഞാനിപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൊബൈല് എന്താ പറയാ, ഈ കോണ്ടാക്റ്റുകളൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് ഒരു 7,000-7,500 കോണ്ടാക്റ്റുകൾ ഉണ്ട്. ഈ ഇത്രയും കോണ്ടാക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു 100 പേരുടെ കോണ്ടാക്റ്റിൽ നിന്ന് ഒരു 10 പേരെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആദ്യം ഒഴിവാക്കേണ്ടത് അയൽവാസിനോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്, നിയർ ബൈ ഉള്ള ഒരാളോടും പറയരുത്. കാരണം ഈ വക ആളുകൾക്കൊക്കെ നിങ്ങൾ നന്നാവുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ പ്രോജക്റ്റ് എത്ര വലുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അത് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് നിങ്ങൾ അത് മാറ്റി വെച്ച് നിങ്ങൾ തുടങ്ങി നോക്ക്. ആ ഭാഗം നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. നിങ്ങൾ എന്താണെന്ന് അറിയാം, നിങ്ങൾ ഒരു വിവരവും ബുദ്ധി ഇല്ലാത്ത സമയത്ത് പോലെ തുടങ്ങുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യും, തുടക്കത്തിലെ അയൽവാസിനെയും എന്താ പറയാ, ഞാനുണ്ട്, ഇവരും കൂടി കൂടെ നിന്നോട്ടെ, അവർ നിൽക്കട്ടെ, അവര് ഫസ്റ്റ്, ഇവർ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ തൽക്കാലം നമ്മളെ ലജുവത്ത പറയാറുണ്ട്, ഈ എന്താണ് പശുവിനെ എന്താണ് പറയല്, തെങ്ങുമല് കെട്ടിക്കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള പുല്ല് മാത്രം തിന്നു, എന്നാൽ കയറയച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് നടന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ അയൽവാസികൾ മാത്രമായിട്ടുള്ള ആ ഒരു പരിമിതിയിൽ നിങ്ങൾ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എവിടെയാണോ ആളുകൾക്ക് ഇതിന്റെ റിക്വയർമെന്റ് ഉള്ളത് അവരെ കൂടെ കട്ടക്ക് നിന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ആ സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക. ഈ പുറത്തോട്ട് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു അതിനൊക്കെ മാനിച്ചുകൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. ചില ആളുകളുണ്ട്, അമീൻ സാറ് പറയുന്ന പോലെ തന്നെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിട്ട് തന്നെ, ഉച്ചക്കത്തെ വിട്ട് തന്നെ, വൈകുന്നേരത്തെ ചായ വിട്ട് തന്നെ, ഡിന്നർ വിട്ട് തന്നെ, കിടന്നുറങ്ങുന്നത് വിട്ട് തന്നെ, രാവിലെ എണീക്കുന്ന അവിടെ തന്നെ, പിന്നെ തന്നെ. ഇതിങ്ങനെ മറ്റേ ക്ലോക്ക് വൈസ് ലൈഫ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റെഗുലറായിട്ട് നിൽക്കുന്ന അതേ ഏരിയയിൽ തന്നെ ഇത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ആദ്യം നോക്കുക, ഇവനിപ്പോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇവനിപ്പോ എന്ത് മാറ്റമുള്ളത്, ഇവൾക്ക് എന്ത് മാറ്റമാണുള്ളത്. ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഒരു ബോർഡറിന്റെ അപ്പുറത്തേക്ക് ഇത് ചെയ്തു തുടങ്ങിയിട്ട് എന്നിട്ട് ഇന്നർ സൈഡിലേക്ക് നിങ്ങൾ വന്നു നോക്ക്. ആ മാറ്റം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരൊക്കെ നിങ്ങളോട് ചോദിച്ചു വരും, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്, എനിക്കും കൂടി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. ഈ മാറ്റം നിങ്ങൾ പുറത്തുനിന്ന് ചെയ്തിട്ട് നിങ്ങൾ അകത്തേക്ക് കയറി നോക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, തുടക്കത്തിൽ നിങ്ങളൊരു 6 അല്ലെങ്കിൽ 5 മുതൽ 7 ദിവസം വരെ അവരെ കൂടെ നിൽക്കുമ്പോൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇത് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത്, ഈ പറഞ്ഞതുപോലെ തന്നെ മിനിമം ഒരു 5 6 7 ആളുകളോടെങ്കിലും അല്ലെങ്കിൽ ഒരു 10 പേരോടെങ്കിലും ഈ സിസ്റ്റം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ വന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കൂടെ വന്നൊരു വ്യക്തിക്കാണല്ലോ, ആ വ്യക്തിനോട് പറയണ ഫോണൊക്കെ മാറ്റിച്ച് മര്യാദക്ക് എന്റെ കൂടെ ഇരുന്നിട്ട് കേട്ടോ. ഒരു 5 10 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മേലാൽ എന്നെ വിളിക്കാൻ നിൽക്കുക. ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കാര്യം എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് ഇത്ര ഹാഷായിട്ട് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്.
പല ആളുകളും കാണിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുവന്ന ആളെ ഏൽപ്പിച്ചു, അയാൾ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഫോണോ കേട്ടൊക്കെ കറങ്ങും. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഫോൺ വിളിച്ചിട്ട് പറയാം, അതെ മറ്റേ ആളുണ്ട്, ഒന്ന് ഫോണിൽ പറഞ്ഞു കൊടുത്ത കാര്യം. ഇത് ഫോൺ പറയേണ്ട കാര്യമൊന്നുമല്ലത്. ഇപ്പൊ ഞാൻ ഇന്നലത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറയണ്ടായി, നമ്മൾ ഒരിക്കലും ഡയമണ്ട് റോഡ് സൈഡിൽ വെക്കില്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഡയമണ്ട് എന്താ പറയാ ഫോണിൽ വിളിച്ചിട്ട് സെല് ചെയ്യും ആരെങ്കിലും? ഡയമണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മലബാർ ഗോൾഡിലോ ഡയമണ്ട് വെക്കുന്ന സ്ഥലത്തോ അവിടെ പോയി ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് അവിടുത്തെ എ സിയും കൊണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ, അതിനാണല്ലോ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്തിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കയ്യിലിരിക്കുന്നത് ഇത് ഡയമണ്ട് തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലാണ് ആ രീതിക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തതാണ് നമ്മൾ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം കൂടെ വന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസം നിങ്ങൾ അയാളെ കൂടെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ദിവസങ്ങൾ എന്താ നിങ്ങൾ ചെയ്യുന്നെന്നുള്ളതും ആ ദിവസങ്ങളൊക്കെ അയാൾ കണക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇങ്ങനെ ഗ്രാജുവലി ഇതിന്റെ ബേസ് പഠിച്ചു തുടങ്ങുകയും സിസ്റ്റം എന്താന്ന് 1 2 3 4 മനസ്സിലാക്കുകയും അതിനപ്പുറത്തേക്ക് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അയാൾ എത്തിക്കണമെങ്കിൽ നമ്മളെ കൂടെ ഇരുത്തി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് അയാളോടും കൂടെ ഒന്ന് നോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് അതൊന്ന് ശ്രദ്ധിച്ച്. ഇപ്പൊ അമീൻ സാർ എടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അയാളെ കൊണ്ട് കേൾപ്പിക്കാം. 58 മിനിറ്റിന്റെ സൂം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 58 മിനിറ്റിന്റെ സൂം കഴിഞ്ഞ എനിക്കൊന്ന് ഒരാഴ്ച മുമ്പായിരിക്കും അമീൻ സാർ അത് എടുത്തിട്ടുണ്ടാവാം. ആ 58 മിനിറ്റിന്റെ സൂം എന്ന് പറയുന്നത് വളരെ, ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ചെയ്തൊരു സൂം ആയിരുന്നത്. ആ 58 മിനിറ്റിന്റെ സൂം ഭാഗ്യവശാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റി. ആ 58 മിനിറ്റിന്റെ സൂം നമ്മളെ എംപവറിന്റെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. എംപവറിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു 58 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് നോക്ക്. നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ? 2 സെക്കൻഡ് 3 സെക്കൻഡിൽ നിൽക്കുന്ന റീൽസ് സ്വൈപ്പ് ചെയ്ത് പോകാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. അതിന് മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കും. ഏതോ പൊട്ടന്മാർ ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസ് കാണാൻ നമുക്ക് പ്രശ്നമില്ല, അതിന് മണിക്കൂറുകളോളം ഇരിക്കും. അതിന് നിസ്കാരം പ്രശ്നമില്ല, അതിന് ഭക്ഷണം പ്രശ്നമില്ല, അതിന് വേറെ ഒരു വിഷയവും ഇല്ല. വൈകുന്നേരം എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂർ സ്ക്രീൻ ടൈമും ഉണ്ടായിട്ടുണ്ടാവും. ഇതിന് പകരം നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന, നമ്മൾ കയറി നിന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ സിസ്റ്റവുമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, എംപവറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയുണ്ട്. നിങ്ങൾ അമീൻ സാറിന്റെ 58 മിനിറ്റ് സൂം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിലുടനീളം ഈ പ്രോഗ്രാമിന്റെ എന്താ പറയുക എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഈ സിസ്റ്റത്തിന്റെ പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ കൂടെ ഇന്ന് എനിക്ക് വേണ്ടി MC ചെയ്യുന്ന ലിജിത് ബ്രോയും ഞാനും, നിങ്ങൾക്കറിയോ അതിൽ ഓൾറെഡി ഒരു 28 മിനിറ്റിന്റെ ഒരു റെക്കോർഡിംഗ് അതിൻ്റെ അകത്തുണ്ട്. ഈ 28 മിനിറ്റിന്റെ റെക്കോർഡിംഗ് ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. ആ റെക്കോർഡ് ചെയ്ത റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് അതിൽ പറഞ്ഞുതരാം. നിങ്ങൾ അതിൽ കാണുന്ന സമയത്ത് നമ്മൾ വളരെ പ്ലാനോട് കൂട്ടി പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിന്റെ റിയാലിറ്റി എന്താണെന്നറിയോ? ഞാനും ലിജിത് ബ്രോയും അമീൻ ബ്രോയും ഒരു ദിവസം ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ട്രിവാൻഡ്രം വരെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കോട്ടയം ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. യെസ്, ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ലിജിത്തിന്റെ ഒരു സുഹൃത്തിന് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ പറയണമെന്നില്ല, അത് ലിജിത്തിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുമിച്ചുള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയി. എനിക്ക് തോന്നുന്നത് റഫീഖയും കൂടെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അല്ല റഫീഖ, ഒന്ന് കൈ വെക്കുക. നിങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. റഫീഖ്, നമ്മൾ 4 പേരുണ്ടായത് അല്ലേ? രാജേട്ടൻ നമ്മൾ വരുന്ന വഴിയിൽ മീറ്റ് ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്ത്. അഷ്റഫിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്. അപ്പൊ ഞാൻ പോകുന്ന വഴി മീറ്റ്. ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാല് ലിജിത്തിന് കാണാൻ വേണ്ടിയിട്ട്, ലിജിത്ത് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ട്രിവാൻഡ്രത്തുനിന്ന് ഈ ലൊക്കേഷൻ എത്തുന്നവരെ ഞാനും അമീനും, എനിക്ക് തോന്നുന്നു നമ്മൾ 2 പേരും ഉറങ്ങുകയാണ്, ലിജിത്താണ് ഡ്രൈവ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ആ ബിൽഡിങ്ങിന്റെ താഴെ കൊണ്ട് നിർത്തിയിട്ട് മുഖം കഴുകിയിട്ടില്ല. അതിനുള്ളൊരു ഗ്യാപ്പോ വെള്ളമോ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകുമ്പോൾ ഏതോ ഒരാളെ, ലിജിത്തിന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ കാറിൽ ഇരിക്കേണ്ട, നമുക്ക് വെറുതെ അകത്തേക്ക് കാണാന്ന് വെച്ചിട്ട് കയറി വെക്കുമ്പോൾ ഒരു സ്റ്റുഡിയോ കയറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിരിക്കുന്ന സാധനം, നല്ല ഫുള്ള് സെറ്റപ്പ്, ബ്രോഡ്കാസ്റ്റിന് 2 മൈക്ക്. നമ്മളുണ്ടാവില്ല ചില സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാന്ന് നമ്മൾ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോ മൂപ്പര് അവിടെ ഇരുന്ന ആള് നമ്മളോട് ചോദിച്ചാണ്, എന്നാ തുടങ്ങിയല്ലേ? ഞാൻ എന്ത് തുടങ്ങാന്? അല്ല, അത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യണം. ഞാൻ പറയും, എന്ത് റെക്കോർഡ് ചെയ്യാന്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രൂമൊക്കെ ചെയ്ത് എന്താ പറയാ, നമുക്ക് എന്തൊക്കെ നമ്മളെ മുഖത്ത് കാണിച്ചു വെക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു വെച്ച ഒരു വൃത്തിയും കോലത്തിലും വരില്ലേ? നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കോലത്തിലാണ്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു വാക്കും കട്ട് ചെയ്യാതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു വാക്കും കട്ട് ചെയ്യാതെ, ഒരു കാര്യം, ഒരു എഡിറ്റും റിക്വയർമെന്റ് ഇല്ലാതെ, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്
ആ മിനിറ്റിൽ അവിടെ ഇരുന്ന സമയത്ത് എന്താണോ ചോദിച്ചത്, ലിജിത്താണ് ചില കാര്യങ്ങൾ ചോദിച്ചത്. ലീത്ത് എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് ധാരണയൊന്നുമില്ല. ലീത്തിന് തോന്നി, ലീത്ത് ചോദിച്ചു, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി ഞാൻ കൊടുത്തു. ഇതാണ് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് ശേഷം കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് ആ കാര്യങ്ങൾ അവിടെ ഡെലിവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിലുടനീളം നമ്മൾ പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റിയിട്ടുണ്ടെന്ന ഉദ്ദേശം, അല്ലാതെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്നല്ല ഞാൻ പറയുന്നത്. പറയാൻ പറ്റിയിട്ടുണ്ട്. ആ 28 മിനിറ്റ് നിങ്ങളൊന്ന് കേട്ടാൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾ 58 മിനിറ്റ് അമീൻ സാറിന്റെ ആ സൂം നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് കേട്ടു നോക്ക്. നിങ്ങൾ ഉടനീളം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് ധൈര്യവും നിങ്ങൾക്ക് തന്നെ ഇതിൽ കൊടുക്കേണ്ട ഫോക്കസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞതുപോലെ വന്ന വ്യക്തിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഒന്നാണ്, അയാൾ വരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി ഒരു $10-15 അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങളെ കയ്യിൽ നിന്ന് ചെലവാക്കിയാൽ പോലും സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് അയാൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ടോക്കൺ ഓഫ് ലവ് പോലെ, നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളെ കൂടെ നിന്നതിന് നിങ്ങളൊരു നന്ദി സൂചനമായിട്ടെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തിരിച്ച് സംഭവിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അയാളുടെ വളർച്ചയിൽ അയാൾ മുന്നോട്ട് പോകുമ്പോൾ തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ വലിയ എഫേർട്ട് ഒന്നും അയാൾക്ക് വേണ്ടി വരൂല. അയാൾക്കുള്ള മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു വലിയൊരു സപ്പോർട്ടാണ്. നേരെ മറിച്ച് അയാൾ വിളിക്കുന്നിടത്തൊക്കെ അയാൾ പോകുന്നിടത്തൊക്കെ അയാൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വണ്ടിയിൽ പെട്രോളും കത്തിച്ചിട്ട് ഒരു ദിവസം മൂല്യവത്തായിട്ടുള്ള ഓരോ മിനിറ്റുകളും നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഏതൊരു കാര്യവും നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുകയും വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാന്ന് പറയും. എനിക്ക് പകരം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ പോകണം എന്ന് നിർബന്ധമില്ലാത്ത, പക്ഷെ അത് പോയാൽ നല്ലതാണ്, എനിക്ക് പകരം ഒരാളെ പറഞ്ഞേക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പകരം ഇന്ന ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാളെ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ എഫേർട്ട് എന്താ, അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് അതിന്റെ എഫേർട്ട് ഇടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അയാളുടെ കൂടെ 2-3 മാസം വിളിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് മറ്റൊരാളെ കൊണ്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൊടുത്തു തുടങ്ങുന്ന സിസ്റ്റമാണ് ഈ റൈസിംഗ് സ്റ്റാർ പ്രോഗ്രാമുകൾ, RTP പ്രോഗ്രാമുകൾ, LTP പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. അതിൽ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു ടോക്കൺ ഓഫ് ലവ് പോലെ അയാളെ സപ്പോർട്ട് ചെയ്താൽ മതി. ആ വന്ന വ്യക്തിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളോട് പൈസ ചെലവാക്കി പോകാൻ പറയുന്നതിന് പകരം നിനക്ക് വേണ്ടതായി ഈ എക്സ്പെൻസ് ഞാനാ മീറ്റ് ചെയ്യുന്നത്, നീ പോയിട്ട് അറ്റൻഡ് ചെയ്യും. ഇതുകൊണ്ട് സംഭവിക്കാമോ, നിങ്ങളെ ഭാവിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ കുറയുന്നതിന്റെ അപ്പുറത്തേക്ക് അയാൾ മോൾഡായി തുടങ്ങി തുടക്കം മുതലേ. അയാൾ നെഗറ്റീവായിട്ട് മാറി നിൽക്കില്ല. ഈ സിസ്റ്റത്തിന്റെ എന്താ പറയുക മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും സെഷനുകളും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത്. അപ്പം ഈ കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ 5-6 ദിവസം ഒരു 7 ദിവസം അയാളെ കൂടെ നിൽക്കുമ്പം പറയുന്ന മൊബൈലുള്ള കോൺടാക്ട് ലിസ്റ്റുകളും അയാളുടെ പറയാ, നിങ്ങൾ ഈ സംഭവം കേൾക്കുന്ന സമയത്ത് ഇത് ആർക്കൊക്കെ കൊടുക്കണം എന്നാണ് നിങ്ങൾക്ക് മൊബൈൽ നോക്കാതെ ഒന്ന് പേര് എഴുതിച്ചു നോക്ക്, ബ്ലാങ്ക് ആയിട്ട്. അതായത് ഇത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഉണ്ടല്ലോ, ഇന്ന വ്യക്തിക്ക് എനിക്കത് കൊടുക്കാം, അയാൾ എൻ്റെ കൂടെ കൂട്ടിച്ചേർത്താം, അയാൾ എൻ്റെ കൂടെ കയറ്റി നിർത്താം, അയാൾക്ക് എനിക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ എന്താ പറയാ മൊബൈൽ നോക്കി പേര് എഴുതുന്നതിന് പകരം മനസ്സിൽ തോന്നിയ കൂടെ മുമ്പ് വർക്ക് ചെയ്ത ആളുകൾ, നമുക്കറിയാലോ ഓരോ ആളുകളും ഇന്ന കാര്യത്തിൽ ഇന്ന് പ്രയാസത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അറിയുന്ന കുറെ ആളുകളുണ്ട്. ഫിനാൻഷ്യലി എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ. കാരണം ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനും അതിലുള്ള എന്താ പറയാ എക്സ്പയറി ഡേറ്റ് പോയിട്ട് കഷ്ടപ്പെടാനും വെജിറ്റബിൾ കച്ചവടം നടത്തിയ കുറെ സാധനം കളയാനും അതിനൊക്കെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന അതൊക്കെ റിസ്ക് എടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ എന്ത് റിസ്ക്കാ ശരിക്കും എടുക്കാനുള്ളത്. ഈ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കുന്ന നമ്മൾ കൂടെ വന്ന ആളുകൾക്ക് നമ്മൾ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അത് സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പോകും. റൈസിംഗ് സ്റ്റാർ മുതൽ 1 ഡേ വർക്ക്ഷോപ്പുകൾ മുതൽ BOP പ്രോഗ്രാമുകൾ, രാവിലത്തെ 7am മിസ്സാക്കാതിരിക്കുക, ഇതുപോലെ കണ്ടീഷൻ വെക്കുക. അവരോട് പറയാം നിർബന്ധമായിട്ട് നിങ്ങൾ വരുന്ന ഒരു 1 മന്ത് നിങ്ങൾ 7am നിർബന്ധമായിട്ട് മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്തു. അത് അയാളെ ഹാബിറ്റായി മാറും. ആ 7am അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. 7am അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ എവിടെയാണ് നിൽക്കുന്നുള്ള ബോധ്യമായൊക്കെ എല്ലാ ദിവസവും രാവിലെ ഒരു റീഫ്രഷ്മെന്റ് പോലെ കിട്ടിക്കൊണ്ടേയിരിക്കും.
ഇതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റം ഇത് തന്നെയാണ് അയാൾ എന്ത് ചെയ്യുക, അയാളെ കൂടെ കണക്ട് ആവുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, മുന്നിൽ നടക്കുന്ന ആൾ എന്ത് ആണോ ചെയ്യുന്നത് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതാണ് നമ്മുടെ താഴെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്ത ആളുകളും പഠിച്ചും മനസ്സിലാക്കിയും തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ. അതേപോലെ തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കീ ഫ്രേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കീ ഫ്രേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് റിയാലിറ്റിയിൽ റിസൾട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ആ കുറച്ച് ദിവസങ്ങൾ അയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഈ പ്രോഗ്രാമിലൂടെ ഉണ്ടാകുന്ന ടോക്കനുകളുടെ കാര്യം നിങ്ങൾക്കറിയോ. മാർച്ച് 2025 ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 100 കോടി ടോക്കൻ എന്ന് പറഞ്ഞിരുന്ന ടോക്കൻ ആണ് ഇന്ന് 10 കോടിയായിട്ട് അത് ചുരുക്കിയിരിക്കുന്നത്. ഏത് ടോക്കൻ ആണോ അത് കുറയ്ക്കാൻ തീരുമാനിക്കുന്നത്, ഞാനൊക്കെ യഥാർത്ഥത്തിൽ വിചാരിച്ചത് ഈ ടോക്കൻ ഇപ്പൊ ഓൾറെഡി അതായത് 10 കോടി ടോക്കനിൽ നിന്ന് 1.5 കോടി, അതായത് 15% മാത്രമാണ് റേസ് റിവോൾവ് പോലുള്ള പ്രോഗ്രാമിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും റെഫർ ചെയ്യുന്ന സമയത്ത് സ്പോൺസർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ 15% ടോക്കൻ എന്ന് പറയുന്നത് 1.5 കോടി ടോക്കൻ മാത്രം. ഇതിൽ 1 കോടി അടുപ്പിച്ച് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയതാണ്. ഇനി ആകെയുള്ള ഒരു 50 ലക്ഷമാണ്. ഈ 50 ലക്ഷം തീരുന്നതോട് കൂടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു സാധനം മറ്റെന്തെങ്കിലും ഒരു ടോക്കനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിവാർഡ് സിസ്റ്റം ഇതിലോട് അറ്റാച്ച് ആവും. കാരണം സെൻട്രലൈസ്ഡ് മെക്കാനിസം ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് ഇതിന്റെ റേസിന്റെയും റിവോൾവിന്റെയും ആ റെഫറൽ പ്രോഗ്രാമിന്റെ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സും അത് ഈ റിവാർഡ് സിസ്റ്റം ആണെങ്കിൽ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ഡീസെൻട്രലൈസ്ഡ് അല്ല, അത് സെൻട്രലൈസ്ഡ് ആണ്. കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഈ 100 കോടിയിൽ നിന്നും അത് 10 കോടിയിലേക്ക് ചുരുക്കിയപ്പോൾ 15 കോടി റിവാർഡ് കൊടുക്കാൻ മാറ്റി വെച്ച ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് 1.5 ആയി. കാരണം 100 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ചുരുങ്ങിയപ്പോൾ 100 എന്നുള്ള നമ്പറിന് 10ലേക്ക് താഴെ പോയപ്പോൾ 90% ഡ്രോപ്പ് ചെയ്തിട്ടാണ് 10%ലേക്ക് ചുരുക്കിയതെങ്കിൽ ആ 10% ക്വാണ്ടിറ്റി മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏത് നിമിഷവും നമുക്ക് കിട്ടുന്ന റിവാർഡ് ക്വാണ്ടിറ്റിയോ ടോക്കന് കുറയാൻ പോകുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് എന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റേസിൽ $1 മുടക്കുന്നതിന് ഒരു ടോക്കനും നിങ്ങൾ റിവോൾവിൽ $1 മുടക്കുമ്പോൾ ഹാഫ് ടോക്കനും റിവോൾവിൽ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന 3/4 ടോക്കനൊക്കെ ഇപ്പം കുറയും. ശരിക്കും ഭാഗ്യവന്മാരാരെന്നറിയോ, ഈ തുടക്കം മുതൽ ഇപ്പോഴും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടോക്കനെ മാക്സിമം കളക്ട് ചെയ്യാൻ ബുദ്ധി കാണിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഭാവിയിൽ അത് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ. കാരണം ഇത് ഇങ്ങനെ 10 കോടിയിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 10 കോടിയിലല്ല ഇത് നിൽക്കുക, ഇത് താഴെ വീണ്ടും ഒരു 7.5 കോടി 8 കോടിയിലൊക്കെ വീണ്ടും ചുരുങ്ങും. കാര്യം ഇതിന്റെ മറ്റുള്ള പ്രീസെയിൽ ആക്ടിവിറ്റിയിലും ഗെയിമിംഗ് ആക്ടിവിറ്റിയിലും ഒക്കെ കൊടുത്ത ക്വാണ്ടിറ്റിയുടെ ഓരോ ഘട്ടം കഴിയുന്ന സമയത്ത് എത്രയാണോ ആ ഘട്ടത്തിലുള്ള ബാലൻസ്. ഉദാഹരണത്തിന് പ്രീസെയിൽ എന്ന് പറയുന്ന സാധനം നമുക്കൊരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇന്റേണലി ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ടോട്ടൽ ക്വാണ്ടിറ്റി 10 കോടി ആണെങ്കിൽ അതിനെ ചിലപ്പോൾ 2.5 കോടി 2.5 കോടി 2.5 കോടി 2.5 കോടി ആയിട്ട് 6 ഉദാഹരണത്തിന് 4 സ്റ്റേജ് ആയിട്ടാണ് മാറ്റിയിട്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ 2.5 കോടി ഉണ്ടാവുക. ഈ ആദ്യത്തെ 2.5 കോടി സ്റ്റേജിൽ നിന്നും ആളുകൾ ഇത്ര സമയബന്ധിതമായിട്ടായിരിക്കും ടൈം വെച്ചിട്ടുണ്ടാവുക. ഈ സമയത്തിനുള്ളിൽ വാങ്ങിയിട്ടില്ലാത്ത ക്വാണ്ടിറ്റി, ഉദാഹരണത്തിന് ഈ എന്താ പറയാ 2.5 കോടിയല്ല 10 കോടി ഉണ്ടാവില്ല, 10% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കോടി. 1 കോടിന് 25 ലക്ഷമായിട്ടാണ് അതിന്റെ സെല്ലിംഗ് സ്റ്റേജ് എന്ന് വിചാരിക്കുക. ഞാൻ ആദ്യത്തെ 100 കോടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 2.5 കോടി എന്ന് പറഞ്ഞത്. അപ്പൊ 25 ലക്ഷം എന്നുള്ള രീതിയിൽ 4 സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക. 25 ലക്ഷത്തിൽ ഒരു 10 ലക്ഷമാണ് സെൽ ഓഫ് നടന്നെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ ബൈ ചെയ്തതെങ്കിൽ ആ ആക്ടിവിറ്റിയിൽ നിന്നും ആളുകൾ കിട്ടിയെങ്കിൽ ബാക്കി അതിലുണ്ടാകുന്ന 15 ലക്ഷം ഉണ്ടല്ലോ, ആ സമയം കഴിഞ്ഞിട്ട് ആ 15 ലക്ഷം ബേണായി പോകും. 15 ലക്ഷം ബേണായി പോകും. ഇതൊരു ബേണിംഗ് ആക്ടിവിറ്റിയാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പല സമയങ്ങളിലും ഇതിന്റെ ടോക്കൺ എന്താവും, സമയം കഴിയുമ്പോൾ അത് ബേണായി പോകുമ്പോൾ ആളുകളെ കയ്യിലുള്ളതല്ല ബേണാവുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് മാറ്റിവെച്ചതിന്റെ സമയത്തിന് അപ്പുറത്തേക്ക് അത് പോകുമ്പോൾ അതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി അതിന്റെ യൂസേജ് എത്രയാണോ പോയിരിക്കുന്ന ബാലൻസ് അങ്ങോട്ട് ബേണായി പോകും. ഇങ്ങനെ ബേണായി പോകുന്ന ക്വാണ്ടിറ്റിയാണ് ഇന്ന് നമുക്ക് റേസിൽ $1 മുടക്കുമ്പോൾ ഒരു ടോക്കനും റിവോൾവിൽ $1 മുടക്കുമ്പോൾ ഹാഫ് ടോക്കനും റിവോൾവിൽ ഓരോ ഡോളർ നമ്മൾ കാരണം ഒരാൾ മുടക്കുന്ന സമയത്ത് അയാൾക്ക് ഹാഫ് ടോക്കനും നമുക്ക് 3/4 ടോക്കനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 100 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ആക്കുമ്പോൾ 100 എന്നുള്ളതിനെ 10ലേക്ക് മാറ്റിയപ്പോൾ 10% ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ 70,000 ടോക്കനൊക്കെ കളക്ട് ചെയ്യാൻ നിജുമത്താന്റെ ക്വാണ്ടിറ്റി അത് 7,000 ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? 7,000 അതായത് 70,000 കിട്ടിയ നിജുമത്താന്റെ ക്വാണ്ടിറ്റി അവർ പറയുകയാണ് നമ്മൾ 100 10ലേക്ക് ആക്കി, അതുകൊണ്ട് കിട്ടിയ ആളുകൾക്കൊക്കെ 10% ആക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നും. ആ ചതി പോലും അവർ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ റിയാലിറ്റി. ആ ചതി പോലും അല്ലെങ്കിൽ ആ രീതിയിൽ പോലും ഒരു പെയിന് കമ്മ്യൂണിറ്റിക്ക് അവർ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടിയ ആളുകൾക്കൊക്കെ അത് അവരോട് പറഞ്ഞ് അവർക്ക് കൊടുത്ത ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ ക്വാണ്ടിറ്റി
ഇപ്പൊ കിട്ടാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ടോക്കൺ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടും. നാളെ മറ്റന്നാൾ ഏതെങ്കിലും ഒരു ദിവസം അതെന്താവും, ആ ക്വാണ്ടിറ്റിയെ 10% ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10% അത് എന്താവും, ഇപ്പം $1 ഒരു ടോക്കൺ റേസിന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ $1 മേ ബി 0.25 ടോക്കണോ 0.1 ടോക്കണോ ഒക്കെ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ മേലോട്ട് നോക്കി ഇരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ഈ ഓരോ നിമിഷവും നമ്മൾ തുടക്കം മുതലുള്ള സമയത്ത് തന്നെയാണുള്ളത്. റോയാലിറ്റി കളക്ട് ചെയ്യാൻ നോക്കുക. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാം. റോയാലിറ്റി കിട്ടുന്ന ആളുകൾ പറയാറുണ്ട്, റോയാലിറ്റി ഭയങ്കര എന്താ പറയാ, 11,000 രൂപ വരെ കിട്ടുന്നുണ്ട് റോയാലിറ്റി എന്ന് പറഞ്ഞത്. ഈ 11,000 രൂപ കിട്ടുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 4.25 ലക്ഷത്തോളം മുടക്കിയ ഒരാളാണ് ആ ഒരു റേസും റിവോൾവും കംപ്ലീറ്റ് കോൺട്രാക്ട് ആക്ടിവിറ്റി അല്ലെ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ തുറന്നത്. 5 പേര് നമ്മളെ ഇൻവിറ്റേഷനിൽ വന്ന ആളുകളും അതേപോലെ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റോയാലിറ്റി കിട്ടുന്നതെങ്കിൽ ആ 5 പേര് വന്ന സമയത്ത് കിട്ടുന്ന 2 കാര്യമുണ്ട്. ഓൾമോസ്റ്റ് 10 ലക്ഷത്തോളം ഇൻകം കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 15,000-ൽ കൂടുതൽ ടോക്കൺ ഇന്നത്തെ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 15,000 ടോക്കണോ അല്ലെങ്കിൽ ഇതേപോലെ 20,000 ടോക്കണോ കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50,000 ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മമ്മൂട്ടിക്കൊക്കെ പറയാറുണ്ട്, ഞാൻ 1 ലക്ഷം ടോക്കൺ ആക്കുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ്. USDTയുടെ ഇംഗത്തിനെക്കാട്ടിയും മൂല്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ന് അതിന്റെ വാല്യൂ മനസ്സിലാത്തോണ്ടാണ്. ഇതിന്റെ വലുപ്പം ഇത്ര വലുതാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് പറയല്ല. പക്ഷെ ഏതൊരു ടോക്കണും അത് പ്രോപ്പർ ആയിട്ട് സിസ്റ്റമാറ്റിക്കലി പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ, ഒരു കൃത്യമായിട്ട് അത് നിന്ന് പോകാതെ തന്നെ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ കമ്മ്യൂണിറ്റി ഹോൾഡ് ചെയ്യുന്ന ടോക്കനും വീണ്ടും അത് ഭാവിയിൽ ഡിമാൻഡ് ബിൽഡ് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലാണ് അതിന്റെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ മൂല്യം എത്ര വലുതാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞത് കൊണ്ട് അതിന്റെ റിസൾട്ട് അതുപോലെ തന്നെ അതിന്റെ ബെറ്റർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ക്വാണ്ടിറ്റി ഇന്ന് 100-ൽ നിന്ന് 10-ലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ 10-ൽ നിന്നും അത് ഈ പറഞ്ഞ പോലെ ബേണിംഗ് കഴിയുമ്പോഴത്തേക്ക് 7-8 കോടിയിലേക്ക് അത് ചുരുങ്ങാൻ സാധ്യതയുള്ള രീതിയിലാണ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ടോക്കൺ കളക്ട് ചെയ്യുക, സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക, കൂടെ വന്ന ആളുകളെ കൂടെ വരുന്നത് വരെ കാണിക്കുന്ന സ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് കൂടെ വന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പം വരുന്ന ഒരു 10 ദിവസമെങ്കിലും അയാളെ കൂടെ കട്ടക്ക് നിന്നിട്ട് അയാൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റേസിംഗ് സ്റ്റാറിലേക്ക് കയറി നിൽക്കാനുള്ള കാര്യങ്ങൾ, മുന്നോട്ടുള്ള 7am അറ്റൻഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റുകൾ, BOPകൾ വരുന്ന സമയത്ത് ഡിജിറ്റൽ ഫിസിക്കൽ BOPകൾ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് ഒരു 10 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ആ 10 ലക്ഷം എത്ര സമയം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വരച്ചു കൊടുക്കാൻ പറ്റണം. നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്ന ആളെ കൊണ്ട് നിങ്ങൾ വരച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലേ അയാൾക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും അകത്തളത്തിൽ നിന്ന് പോലും നെഗറ്റീവ് കേൾക്കുമ്പോൾ പേടിച്ചോ എന്താ പറയാ സങ്കടപ്പെട്ടോ എന്റെ കാശ് പോയി എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കയറി നിൽക്കാനുണ്ടായ ഭാഗ്യം അത് വലുതാന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 3-4 സ്റ്റെപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരു 6-7 ദിവസം കൂടെ നിന്നെടുത്തിട്ടും ഈ ലിസ്റ്റ് പ്രിപ്പറേഷന്റെ കാര്യത്തിലും നമ്മളെ കൂടെ വരുന്ന ആളുകൾ ഈ പറഞ്ഞ എന്താ പറയാ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതലുള്ള ഇതിന്റെ സെക്യൂരിറ്റിയും ഇൻസെക്യൂരിറ്റിന്റെ ഒക്കെ ബേസിക് ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളൊരു ക്ലിയർ പേഴ്സൺ ആയിട്ട് നമ്മളെ കൂടെ വന്ന ആളുകൾക്കും നമുക്കും വിജയം ഉണ്ടാകണം എന്നുള്ള ബോധ്യത്തോട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ക്ലാരിറ്റി ആയി, നിങ്ങൾക്ക് ബോധ്യത്തോട് ചെയ്യുന്ന ഒരു സിസ്റ്റമായി. എംപവർ ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങളെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം പ്രോഗ്രാമുകൾ ചെയ്തു തരിക എന്ന് പറയുന്നതാണ്. അത് ഒരിക്കലും നമ്മൾ 1 രൂപ ലാഭം എടുത്തിട്ടല്ല. ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും 1, 2, 3 ലക്ഷം രൂപ വരെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് തരാനാ? അപ്പൊ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളായിട്ട് മാറാം. കൂടെ നിൽക്കുന്ന ആളുകൾ LTP പ്രോഗ്രാമുകൾ, ഇന്ന് വരാൻ പോകുന്ന LTP ശനിയും ഞായറും തിങ്കളും LTP ആണ് നെല്ലിയാമ്പതി വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് 6,000, 7,000, 8,000, എനിക്കറിയില്ല ആക്ച്വൽ എമൗണ്ട് സംവർ അത്ര എങ്ങാണ്ടാണ്. ഞാൻ പറഞ്ഞത് ഒരു LTP അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് എന്തുണ്ടാക്കണം എന്നുള്ളത് വരച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മൊഡ്യൂളാണ് ഇപ്പോഴത്തെ LTP എന്ന് പറയുന്നത്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും അയാൾക്ക് ഒരു എന്താ പറയാ ഭാവിയിൽ വലിയ രീതിയിൽ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഏതായാലും സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് ഇന്നിപ്പോ പേരാമ്പ്രയില് മിറാക്കിളുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, അതേപോലെ നെല്ലിയാമ്പതിയിൽ പ്രോഗ്രാം ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ വരുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ വരുന്നവരെയും കാണാനൊക്കെ നമുക്ക് പറ്റും. സീരിയസ് ആയിട്ട് നമ്മളും നമ്മളെ കൂടെ ഉള്ളവരും വിജയിക്കണം എന്നുള്ള ബോധ്യത്തോട് മുന്നോട്ട് പോവുക. ഞാൻ പറയുന്നത് വിൻ വിൻ മൈൻഡ് സെറ്റ് എന്നാണ് അതിന് പറയാ. വിൻ വിൻ മൈൻഡ് സെറ്റ് എന്നാണ് പറയാ. ഞാനും എന്റെ കൂടെ വന്നവരും വിജയിക്കുന്നില്ല, അല്ലാതെ ഞാനും വരാൻ വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടുന്ന സമയത്ത് എന്റെ പോക്കറ്റിൽ കാശാവട്ടെ എന്നുള്ള ചിന്തക്കപ്പുറത്തേക്ക് അയാൾക്കും എനിക്കും ഒരേപോലെ വിജയിക്കണം, എന്നെക്കാളും കൂടുതൽ എന്തെങ്കിലും അയാൾക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരിക. ഒരാളും നമ്മൾ കാരണം കാശ് പോയ ഒരാളായിട്ട് പ്രയാസപ്പെടുന്ന ഒരാളായിട്ട് ആവാതിരിക്കുക.
കാരണം ഈ സിസ്റ്റം പോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ വേണ്ടത് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിന് ഒരു ലിമിറ്റും ഇല്ല. എന്താണോ വേണ്ടത് അതിലേക്ക് എത്താൻ പറ്റും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഇതേപോലുള്ള LTP പോലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്. സോ മാക്സിമം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്തുക. വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അസീം ക. അപ്പോൾ എല്ലാവർക്കും വളരെ എന്താ പറയാ അർത്ഥവത്തായിട്ടുള്ള ഒരു സെഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മള് ഇപ്പോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് നല്ലതല്ല, മോശമാണെന്നുള്ള അഭിപ്രായം പറയുന്ന മാർക്കറ്റിലൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന കുറെ നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ കുറെ മോട്ടിവേഷൻസിന്റെ ഭാഗമായിട്ടായിരിക്കും ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും, ആ മോട്ടിവേഷന്റെ പുറകെ പോയതുകൊണ്ട് മാത്രം. പക്ഷെ ഇവിടെ നമ്മൾ ആ മോട്ടിവേഷൻ അല്ല, ഇവിടെ നമ്മൾ എന്താ പറയാ റിയാലിറ്റിയാണ് ഹസീം സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പോയിന്റ്സ് ഇതിൽ നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആദ്യമേ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം ഈ സമയം വരെ ഓൾമോസ്റ്റ് ഒരു 500 മെമ്പേഴ്സിന്റെ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിന് ഓരോരുത്തരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊരു കോ ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത്. ഒരുപാട് പേര് ആ 500 കൗണ്ട് കഴിഞ്ഞതിന് ശേഷം വെയിറ്റിംഗ് റൂമിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ആ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നാളെ മുതൽ കറക്റ്റ് 7 മണിക്ക് മുതൽ അല്ലെങ്കിൽ 7 മണിക്ക് മുൻപ് തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ സീറ്റ് ഉറപ്പിക്കുക. നമ്മുടെ ടീമിന് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരോടും ഇതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, ഒരുപാട് മെമ്പേഴ്സ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം കൂടി നമ്മുടെ ടീം മെമ്പേഴ്സിന് പറഞ്ഞു കൊടുത്ത് അവരെ കറക്റ്റ് 7 മണിക്ക് തന്നെ അല്ലെങ്കിൽ 7 മണിക്ക് മുൻപായി തന്നെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ മെറിറ്റുകൾ, നമ്മുടെ കഴിവുകളും അല്ലെങ്കിൽ ഡീമെറിറ്റുകൾ, നമുക്കുള്ള പരിമിതികളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതേപോലെ തന്നെ ടീം മെമ്പേഴ്സിനോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ സ്പോൺസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ അവർക്ക് കറക്റ്റ് ആയിട്ട് പറയുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കുക. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടും എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ ടീം മെമ്പേഴ്സ് സ്പോൺസേഴ്സുമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. അവരുടെ ഗൈഡൻസിന്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പഠിച്ചെടുക്കുക. ആ അറിവ് നമുക്ക് വരുന്ന നമ്മുടെ ടീമായിട്ട് വരുന്ന ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അതൊരു വലിയ റിസൾട്ട് ആക്കി മാറ്റാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ല റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.